ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രമ്പയിലയെക്കുറിച്ചുള്ളതാണ്. രമ്പയിലയെ നമ്മൾ ബിരിയാണി കൈത എന്ന് വിളിക്കാറുണ്ട്. ബിരിയാണിക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അതുകൊണ്ട് ഇതിനെ ബിരിയാണി കൈത എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ദേവലോകത്തിലെ അപ്സരസായ രമ്പയുടെ പേരിൽ ഇത് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ രമ്പയില എന്നും പേര് വിളിക്കുന്നു. ഈ രമ്പച്ചെടിയെ കണ്ടാൽ കൈത ചെടിയുടെ ഒരു സാദൃശ്യമാണ്. അതിനെ പോലെ തന്നെ ധാരാളം വേരുകളൊക്കെ തന്നെ ഇതിൻ്റെ തണ്ടിൽ നിന്ന് താഴോട്ട് വന്ന് മണ്ണിൽ മുട്ടി നിൽക്കാറുണ്ട്. കൂടാതെ ധാരാളം തൈകളൊക്കെ തന്നെ ഇതിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. ഒരു ചെടിയിൽ നമുക്ക് എത്ര തൈകൾ വേണമെങ്കിലും കിട്ടുന്നതാണ്. ഇതിൻ്റെ വളർച്ചയെന്ന് പറയുമ്പോൾ നമ്മൾ നടുന്ന കണ്ടെയ്നറിനനുസരിച്ചാണ് ഇരിക്കുന്നത്. തറയിലാണ് നടുന്നതെങ്കിൽ ഇത് കാട് പോലെ വളർന്നു വരുന്നതാണ്. നമ്മളിനി ഇതൊരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നമുക്കിതൊരു അലങ്കാര ചെടി പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാവുന്നതാണ്. ബിരിയാണിയിൽ മാത്രമല്ല നമുക്ക് ഈ ഇലകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളിക്കറി, ചിക്കൻ കറി എന്നിവയിലൊക്കെ തന്നെ ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ മണവും രുചിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും വീട്ടിൽ വച്ചു പിടിപ്പിച്ചിരിക്കേണ്ട ഒരു ചെടിയാണിത്. സ്ഥലപരിമിതിയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നറിൽ നടാവുന്നതാണ്. അപ്പോൾ ഒത്തിരി വളർന്ന് വലുതാകത്തൊന്നുമില്ല. ചെറിയ ചെടി പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിൽ ഡോളോമൈറ്റ് ചേർത്ത് ഒരു 5 ദിവസം വെയിൽ കൊള്ളിക്കണം. അതിനുശേഷം നമുക്കിതിൽ ചാണകപ്പൊടിയോ ആട്ടിൻ വളമോ കോഴി വളമോ ഒക്കെ അടിവളമായി ചേർക്കാവുന്നതാണ്. അതിലേക്ക് നമ്മുടെ ഈ രമ്പയിലേനെ ഇങ്ങനെ നട്ടുകൊടുത്താൽ മതി. അതിൽ ധാരാളം വേരുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് ഇത് ചട്ടികളിൽ നട്ടു കൊടുക്കാവുന്നതാണ്. ഒത്തിരി വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ തണലത്ത് 2-3 ദിവസം വെച്ചതിന് ശേഷം വെയിലത്ത് വെക്കാവുന്നതാണ്. എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യകതയൊന്നും ഇതിന് തന്നെ ഇല്ല. ഇനി നമ്മൾ ഇതുപോലുള്ള ചെറിയ കണ്ടെയ്നറിലും ഗ്രോ ബാഗിലും ഒക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ വെയിലത്താണ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും നനച്ച് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. തറയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. രമ്പയില നമ്മൾ കറികളിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഞുരുഞ്ഞുര അരിഞ്ഞിടേണ്ട കാര്യമൊന്നുമില്ല. നമുക്കതിനെ ജസ്റ്റ് ഒന്ന് കെട്ടിയതിന് ശേഷം ഏത് കറിയിലാണോ ഇടേണ്ടത് അതിൽ നമുക്ക് ഇടാവുന്നതാണ്. കറി വെന്തതിന് ശേഷം നമുക്ക് ഇലകളൊക്കെ തന്നെ എടുത്തു മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ഇലകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പച്ചയ്ക്ക് അതിനെ പൊട്ടിച്ചിട്ട് മണപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരുവിധ മണവും ഇല്ല. പക്ഷേ നമ്മൾ കറികളിൽ അത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മണവും രുചിയൊക്കെ നമുക്ക് കിട്ടുന്നത്. രമ്പയില നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇലയല്ല. കറികളിൽ അതിൻ്റെ മണവും രുചിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കറികൾ വെന്തതിന് ശേഷം നമുക്ക് ആ ഇലകളെ എടുത്ത് മാറ്റാവുന്നതാണ്. ചെടികളൊക്കെ വെക്കുന്ന നഴ്സറികളിൽ നിന്ന് നമുക്ക് രമ്പയിലയുടെ തൈകൾ വാങ്ങി നടാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ വച്ച് പിടിപ്പിച്ചിരിക്കേണ്ട ഒരു സസ്യമാണിത്. ഇപ്പോൾ നമ്മൾ രാവിലെ പലഹാരത്തിൻ്റെ കൂടെ ഗരം മസാല ചേർക്കേണ്ട ഒരു കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൈവശം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രമ്പയില ഒരു ഇല പൊട്ടിച്ചതിന് ശേഷം കെട്ടി ആ കറിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗരം മസാലയുടെ കുറവ് അറിയത്തേ ഇല്ല. വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയായിരിക്കും. ഈ ചെടിയിൽ പൂവോ കായോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ഇതിൻ്റെ പുതു തൈകൾ ഉണ്ടാകുന്ന ചുവട്ടിൽ നിന്നും അതിൻ്റെ തണ്ടിൽ നിന്നും ഒക്കെയാണ്. നമ്മൾ അതിനെ പറിച്ച് നട്ടാൽ മാത്രം മതി. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്